അവധിക്ക് നാട്ടിൽ പോകുന്നവരും അത്യാവശ്യ കാര്യങ്ങൾക്കായി മറ്റു പല സ്ഥലത്തേക്കും പോകുന്നവരും പ്രവാസികൾ പലരും ചെയ്യുന്ന കാര്യം എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ആ ബോർഡിംഗ് പാസ് അടക്കം എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ ആൾക്കാരെ അറിയിക്കും. ഞാനിതാ പോകുന്നു, ബിസിനസ് ക്ലാസ്സിൽ പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് സീറ്റ് നമ്പർ 1A കിട്ടി, ഫ്രണ്ട് റോയിലാണ്, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ വേറെ ആളുകളില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിതാ ചെറിയ വെക്കേഷന് വേണ്ടി പോകുന്നു, 5 ദിവസം 10 ദിവസം അല്ലെങ്കിൽ 1 മാസത്തെ വെക്കേഷൻ, ഇങ്ങനെയൊക്കെ ആളുകളെ അറിയിക്കുന്നൊരു പരിപാടിയുണ്ട്. ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള വൻകിട കമ്പനികളും അതുപോലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഇപ്പോൾ പൊതുവേ എല്ലാവരോടും പറയുന്നു, നിങ്ങൾ ഇങ്ങനെയുള്ള അവധിക്ക് പോകുമ്പോൾ ആളുകളെ അറിയിക്കുന്നതിൻ്റെ അളവൊന്ന് കുറയ്ക്കണം എന്ന്. മനസ്സിലാക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതുമായ ഒരു വലിയ ആശയം ഇതിനകത്തുണ്ട്. നമ്മളിങ്ങനെ പറയുമ്പോൾ ഇദ്ദേഹം ഈ വീട്ടിൽ ഇത്ര കാലം ഉണ്ടാകില്ല എന്ന് കള്ളൻ്റെ മനസ്സുള്ള ഒരാൾക്ക്, ദുരാഗ്രഹം തോന്നാവുന്ന ഒരാൾക്ക് പെട്ടെന്ന് പിടികിട്ടുകയും ചില കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയും ഈ സാഹചര്യം നമ്മൾ എന്തിന് കൊടുക്കണം എന്ന് ഞങ്ങൾ ദുബായ് വാർത്ത തന്നെ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഇമാർ എന്ന കമ്പനി അവരുടെ തന്നെ ഇൻമേറ്റ്സിനോട്, താമസക്കാരോട് പറയുന്നു, നിങ്ങൾ ഒരു കാരണവശാലും ഇതൊന്നും പബ്ലിസിറ്റി കൊടുക്കരുത് എന്ന കാര്യം. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തിൻ്റെ സൗന്ദര്യം ഒരു ഫോട്ടോ ആക്കി വീഡിയോ ആക്കി ഇടണമെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് അവധി കഴിഞ്ഞ് വന്നിട്ട് ഡിലേ ആക്കിയിട്ട് നിങ്ങളത് പോസ്റ്റ് ചെയ്യുക. ഞങ്ങൾ പോയപ്പോൾ കണ്ടത് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുക, അത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്താൽ ഒരുപാട് ആളുകൾ ഇത് അറിയുകയും അവർ പല വിധത്തിൽ ഈ വീട്ടിൽ കയറാനോ, ഒഴിഞ്ഞിടക്കുന്ന വീട്ടിൽ കയറി സാധനങ്ങൾ എടുക്കാനോ, അല്ലെങ്കിൽ ബന്ധുക്കളെന്ന രൂപത്തിൽ അകത്ത് നുഴഞ്ഞു കയറാൻ ശ്രമിക്കാനോ പല കാര്യങ്ങൾ അറിയാവുന്ന പലർക്കും ചെയ്യാൻ പറ്റും എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും മറ്റും കണ്ടെത്തൽ. UAEയുടെ പബ്ലിക് പ്രോസിക്യൂഷൻ തന്നെ ഒരിക്കൽ പറയേണ്ടി വന്നിട്ടുണ്ട്, നിങ്ങൾ ഈ ബോർഡിംഗ് പാസ് ഇങ്ങനെ കാണിച്ചു കൊണ്ടുള്ള കാര്യം ചെയ്യരുത്. എന്ന് പോയി എന്ന് വരും എന്നുള്ളത് ഏറ്റവും അടുത്ത ആളുകളോട് പറയാമെന്നല്ലാതെ എല്ലാവരെയും അറിയിക്കാൻ നിൽക്കരുത്. കൃത്യമായിട്ടുള്ള സമയങ്ങൾ, ഇതിൻ്റെ കാര്യമൊന്നും പറയരുത്. എവിടേക്ക് പോകുന്നു അത് പറയരുത്. അതുപോലെ പോകുമ്പോൾ ശ്രദ്ധിക്കണം മറ്റു ചില കാര്യങ്ങൾ കൂടി സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കുന്നു. ആവശ്യമില്ലാത്ത സ്വിച്ചുകളൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ, ഇലക്ട്രിക് ഉപകരണങ്ങൾ, അതൊക്കെ ഓഫ് ചെയ്തിട്ട് പോകണം. ഇനി വളരെ ഷോർട്ടായിട്ട് ഒരു ദിവസത്തേക്ക് പോകുന്നവരാണെങ്കിൽ വീട്ടിലൊരു ഏതെങ്കിലും ഒരു AC ഓണാക്കി ഇടാം എന്ന് പറയുന്ന ചിലരുമുണ്ട്. കാരണം ഒരു കള്ളൻ അടുത്ത് വന്നാൽ തന്നെ AC-യുടെ ശബ്ദം കേട്ടാലോ ഒരു തണുപ്പിൻ്റെ സ്പർശം കിട്ടിയാലോ ഇവിടെ ആളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മാറിപ്പോകും. ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് വിശ്വസ്തരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ചാവി കൊടുത്തിട്ട് പോകുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന കാര്യം കൂടി അറിയണമെന്നും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളിൽ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ അവധിക്ക് പോകുന്ന, ചെറുതും വലുതുമായിട്ടുള്ള അവധിക്ക് പോകുന്നവർ ശ്രദ്ധിക്കണം. അതുപോലെ പാലിക്കേണ്ട ഒന്നാണ് പത്രം വരുത്തുന്നവരാണെങ്കിൽ നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ ഈ പത്രങ്ങൾ അട്ടിയായി കിടക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. അത് കള്ളന്മാരുടെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ ഈ വീട്ടിൽ ആളില്ല എന്നുള്ളത്. അപ്പോൾ കുത്തി തുറക്കാനൊക്കെ വളരെ എളുപ്പമാണിപ്പോൾ. സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആധുനിക കള്ളന്മാർ ഒരു നിമിഷം കൊണ്ട് അകത്ത് കടന്നെല്ലാം കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം. വളരെ വിലപിടിച്ച സാധനങ്ങളൊക്കെ ബാങ്കുകളിലോ അതാത് സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലങ്ങളിലോ വെച്ചിട്ട് വേണം പോകാൻ എന്ന കാര്യം കൂടി ഈ ഡിപ്പാർട്ട്മെൻറ്റുകളും കമ്പനികളും ഓർമ്മിപ്പിക്കുകയാണ്. ഇതെല്ലാവരിലും ഈ സന്ദേശം എത്തട്ടെ. ആരുടെയും അധ്വാനിക്കുന്ന മുതൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു സാഹചര്യം നമ്മളെല്ലാവരും സൃഷ്ടിക്കട്ടെ. അതുകൊണ്ട് കുറച്ച് വീമ്പിളക്കലൊക്കെ എയർപോർട്ടിൽ പോയി നിന്നിട്ട് ഈ ബോർഡിംഗ് പാസ് അടക്കം എടുത്തിട്ടുകൊണ്ട് ഉള്ള വീമ്പിളക്കൽ, ഞാൻ ഇന്ന രാജ്യത്തേക്ക് പോകുന്നു, ഞങ്ങൾ കുടുംബമായിട്ട് പോകുന്നു എന്നൊക്കെ പറയുന്ന രീതിയുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് പൊതുവേ പ്രവാസികളോട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ആവശ്യപ്പെടുന്നത്. ദുബായ് ഇസ്ലാമിക് ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഈ ശമ്പള വിതരണവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ മാസം ചില്ലറ സാങ്കേതിക തടസ്സങ്ങൾ വന്നതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് വായ്പ തിരിച്ചടയ്ക്കാനുണ്ടെങ്കിൽ അത് ജൂലൈ ഇൻസ്റ്റാൾമെൻറ്റ് വേണമെങ്കിൽ അങ്ങോട്ട് ഒന്ന് മാറ്റിവെക്കാനുള്ളൊരവസരം, ഡെഫർമെൻറ്റ് കൊടുക്കുകയാണ് എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അബുദാബിയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പെയ്ഡ് പാർക്കിംഗ് സോൺ വരികയാണ്. നേരത്തെ വാഹനങ്ങൾ കൊണ്ട് ഫ്രീ ആയി അവിടെ പാർക്ക് ചെയ്തു എന്ന് കരുതിയിട്ട് ഇനി അങ്ങനെ ആകണമെന്നില്ല. ജൂലൈ 29 മുതൽ, ഇന്നിപ്പോൾ 27 29 മുതൽ 2 സ്ഥലങ്ങൾ, ഒന്ന് എത്തിഹാദ് പ്ലാസ, 2 ഖലീഫ കൊമേഴ്ഷ്യൽ സിറ്റി, ഈ 2 സ്ഥലങ്ങളിലും 29 മുതൽ പെയ്ഡ് പാർക്കിംഗ് സോൺ ആവുകയാണ് എന്നറിയിച്ചിട്ടുണ്ട്. ഒമാനിൽ സെപ്റ്റംബർ മുതൽ സ്വദേശിവൽക്കരണത്തിൻ്റെ തോത് കൂട്ടും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്.
പ്രവാസികൾ ജോലി ചെയ്യുന്ന പല തസ്തികകളിലും സ്വദേശികൾക്ക് നിയമനം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഒരു അറിയിപ്പിൽ പറയുന്നത്. കുവൈറ്റിൽ ഒരുപാട് അനധികൃത താമസക്കാരുണ്ട്, പ്രവാസികളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട റെയ്ഡുകൾ സജീവമായിട്ട് തുടരുകയാണ്. അറസ്റ്റും നടക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ രേഖകളില്ലാതെ കുവൈറ്റിൽ കഴിയുന്നുണ്ടെങ്കിൽ, തിക്കിത്തിരക്കി ഏതെങ്കിലുമൊക്കെ അപ്പാർട്ട്മെൻറ്റുകളിൽ കൂനിക്കൂടി കഴിയുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അറസ്റ്റ് ചെയ്യപ്പെടും എന്ന രൂപത്തിൽ റെയ്ഡ് സജീവമാണ്. ബ്രസീലിൽ പക്ഷികളിൽ ചില രോഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ അവിടെ നിന്ന് വരുന്ന പൗൾട്രി, ഈ കോഴിയിറച്ചി, കോഴിമുട്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൗദി അറേബ്യ തൽക്കാലം നിരോധിച്ചിരിക്കുകയാണിപ്പോൾ, അസുഖം ഇങ്ങോട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് സൗദി അറേബ്യയിൽ കോഴിയിറച്ചിക്ക് വില കൂടും എന്ന അർത്ഥത്തിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്ന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിരിക്കുകയാണ്. 70% ആവശ്യത്തിൻ്റെ 70% ഇപ്പോൾ തന്നെ സൗദി അറേബ്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കി 30% ഈ പുറത്തുനിന്ന് വരുന്നത്. അത് ഒരിടത്തു നിന്നല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തു നിന്ന് കൊണ്ടുവരാൻ തക്ക ശേഷി സൗദി അറേബ്യയ്ക്കുണ്ടെന്നും ഭാവിയിൽ വളരെ പെട്ടെന്ന് തന്നെ 100% സ്വാശ്രയത്വം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നും സൗദി പൗൾട്രി ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാർക്കറ്റിൽ ആരെങ്കിലും വില കൂട്ടാൻ ശ്രമിച്ചാൽ വിവരമറിയും എന്നുകൂടി സന്ദേശത്തിൽ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ദുബായ് വാർത്തയുടെ ജൂലൈ 27 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.